എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ശംഖുചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഗാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. സർവം കൃഷ്ണാർപ്പണം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരേ ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരേ ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധികാരാധിതം ഇന്ദിരാമന്ദിരം ചേതസാ സുന്ദരം ദേവകീനന്ദനം നന്ദജം സന്തതേ. അച്യുതം കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധികാരാധിതം ഇന്ദിരാമന്ദിരം ചേതസാ സുന്ദരം ദേവകീനന്ദനം നന്ദജം സന്തതേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം. വിഷ്ണവേ ജിഷ്ണവേ ശങ്കിനേ ചക്രിണേ രുക്മിണരാഗിണേ ജാനകീ ജാനയേ വല്ലഭീ വല്ലഭായാർച്ചിതായാത്മനെ കംസവിധ്വംസിനേ വംശിനേ ദേ നമഃ. വിഷ്ണവേ ജിഷ്ണവേ ശംഖിനേ ചക്രിണേ രുക്മിണരാഗിണേ ജാനകീ ജാനയേ വല്ലഭീ വല്ലഭായാർച്ചിതായാത്മനെ കംസവിധ്വംസിനേ വംശിനേ ദേ നമഃ. കൃഷ്ണ ഗോവിന്ദ ഹേ രാമനാരായണ ശ്രീപദേ വാസുദേവ അച്യുതാശ്രയനിധേ അച്യുതാനന്ദ ഹേ മാധവാധോക്ഷജ ദ്വാരകാനായക ദ്രൗപദീ രക്ഷക. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം. രാക്ഷസശോഭിത സീതയാ ശോഭിതോ ദണ്ഡകാരുണ്യഭോ പുണ്യദാ കാരണ ലക്ഷ്മണേനാനാനിതോ വാനരേ സേവിതോ അഗസ്ത്യപൂജിതോ രാഘവ പാതുമാം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരേ. ധേനുകാരിഷ്ടകാനിഷ്ടികൃദ്യേഷിണാം കേശികാകം സഹൃദ്വംശികാവാദക പൂതനാശോഷക സൂരജാഖേലനോ ബാലഗോ ബാലക പാതുമാം സർവദാ. വൈദ്യുത ജ്യോതസ സംസ്ഫുരദ്വാസസ പ്രാവടംബോധവൽ പ്രോലസദ്വിഗ്രഹം വൈജയന്തീം പ്രഭാശോഭിതോരസ്ഥലം ലോഹിതാംഗ്രിദ്വയം വാരിജാക്ഷജം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരേ ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. കഞ്ചിതേ കുന്തളേ ഭ്രാജമാനാനനം രത്നമൗലീലസൽ കുണ്ടലം ഗണ്ഡയോ ഹാരകേയോരകം കങ്കണ പ്രോജ്വലം കിങ്കിണീ മഞ്ജുളം ശ്യാമളം ദം ഭജേ. കഞ്ചിതേ കുന്തളൈർഭാജമാനാനനം രത്നമൗലീലസൽ കുണ്ടലം ഗണ്ഡയോ ഹാരകേയൂരകം കങ്കണ പ്രോജ്വലം കിങ്കിണീ മഞ്ജുളം ശ്യാമളം ദം ഭജേ.
അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം ശ്രീധരം മാധവം ഗോപികാവല്ലഭം ജാനകീനായകം രാമചന്ദ്രം ഭജേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണം. ഭഗവാൻ ശ്രീ നാരദവാക്യം കേട്ട് ചാരിതാർത്ഥനായ വസുദേവനെ അനുഗ്രഹിച്ച് നാരദ മഹർഷി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തു. അതിനുശേഷം ഇത്രയുമായപ്പോഴേക്ക് ബ്രഹ്മരുദ്രന്മാരടക്കമുള്ള ദേവശ്രേഷ്ഠന്മാരും എല്ലാ ദേവന്മാരും കൂടി ദ്വാരകാ രാജധാനിയുടെ ഉപരിമണ്ഡലത്തിലുള്ള വിശാലമായ ആകാശത്തിൽ വന്ന് നിരന്ന് ഭഗവാനെ ദിവ്യസ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി. ഭഗവാനും അവരുടെ സ്തുതിവാക്യങ്ങളെ കേട്ട് സന്തുഷ്ടനായി ഒരു വിജന സ്ഥലത്ത് ചെന്ന് നിന്ന് അവർക്ക് ദർശനം കൊടുത്തു. വളരെ നേരം അവിടുത്തെ അപ്രമേയങ്ങളും സ്തോത്രങ്ങളെ കൊണ്ട് ദേവന്മാർ സ്തുതിച്ചു. ഭഗവാൻ അവരെ എല്ലാവരെയും അനുഗ്രഹിച്ചു. വന്ന കാര്യം എന്തെന്ന് അന്വേഷിച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ അറിയിച്ചു, പണ്ട് ഞങ്ങളുടെ അപേക്ഷ പ്രകാരമാണ് അവതരിച്ചത്. എന്തെല്ലാം ചെയ്തു തരണമെന്ന് ഞങ്ങൾ അപേക്ഷിച്ചുവോ അത് മുഴുവൻ അവിടുന്ന് ചെയ്തു തന്നു. അപേക്ഷിക്കാത്തതും പലതും ചെയ്തു തന്നു. ഇപ്പോഴാകട്ടെ ഭൂമിയിൽ അധർമ്മവും അധർമ്മികളായ അസുരന്മാരും ക്ഷയിച്ച് ധർമ്മവും ധാർമ്മികന്മാരും വളർന്നു കഴിഞ്ഞു. അതിനാൽ അവതാര പ്രയോജനം അവസാനിച്ചു. അതുകൊണ്ടിനി ഈ ദിവ്യസ്വരൂപത്തെ മറച്ച് ശ്രീ വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളാൻ കാരുണ്യമുണ്ടാകണം. കൂടാതെ മനുഷ്യന്റെ പരമായുസ് 120 കൊല്ലം എന്നാണല്ലോ പ്രകൃതി നിയമം. എന്നാൽ അവതാരം കഴിഞ്ഞിട്ട് 125 കൊല്ലവും കഴിഞ്ഞു. അവിടേക്ക് പ്രകൃതി നിയമങ്ങളൊന്നും ബാധകമല്ലെങ്കിലും മനുഷ്യനെന്ന നിലയ്ക്ക് അതിനെ മാനിക്കേണ്ടിയിരിക്കുന്നുവല്ലോ. അതിനാൽ ഇനി താമസിക്കാതെ തന്നെ ഭൂലോകം വിട്ട് വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളുമാറാകണം. ബ്രഹ്മദേവന്റെയും മറ്റു ദേവന്മാരുടെയും ഇപ്രകാരമുള്ള അപേക്ഷയെ കേട്ട ഭഗവാൻ അവരെ നോക്കി അരുളി ചെയ്തു, ഞാൻ എല്ലാം തയ്യാറായിരിക്കുകയാണ്. യാദവ വംശത്തിലെ ജനസംഖ്യയും അവരുടെ ശക്തിയും വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. അതിനാൽ അവരെ കൂടി ഈ സന്ദർഭത്തിൽ തന്നെ സംഹരിച്ചില്ലെങ്കിൽ അതിന് പിന്നെ മറ്റൊരവതാരത്തിൽ വരേണ്ടി വരും. അത് കൂടാതെ കഴിക്കാൻ ഇപ്പോൾ തന്നെ അവരുടെ സംഹാരത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നാളെ അവരെല്ലാവരും സംഹരിക്കപ്പെടും. അതോടെ ഞാനും ഈ ദിവ്യ സ്വരൂപത്തെ വിട്ട് പരമപദത്തെ പ്രാപിക്കും. ബ്രഹ്മാദി ദേവന്മാർ കൃതാർത്ഥന്മാരായി ഭഗവാനെ നമസ്കരിച്ച് അവിടുത്തെ സ്വർഗാരോഹണ സമയത്ത് സേവിക്കാനായി വന്നോളാമെന്നറിയിച്ച് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചുപോയി. ഇത്രയുമായപ്പോഴേക്ക് ദ്വാരകയിൽ നാശസൂചകങ്ങളായ പലതരത്തിലുള്ള ദുർലക്ഷണങ്ങൾ ഓരോന്നോരോന്നായി കാണാൻ തുടങ്ങി. യാദവന്മാരൊക്കെ ഭയപ്പെട്ടു. ബ്രഹ്മശാപത്തിന്റെ വരവാണെന്ന് അവരോർത്തു. അതിനിടയാക്കി തീർത്ത സാമ്പനെയും കൂട്ടുകാരെയും മറ്റെല്ലാവരും വെറുക്കുകയും പഴിക്കുകയും ചെയ്തു. ആകപ്പാടെ ഒരു ഭയം ദ്വാരകയിൽ സർവ്വയാദവന്മാരെയും ബാധിച്ച മട്ടായി. ആരുടെയും മുഖത്ത് നോക്കിയാൽ പണ്ടത്തെ മാതിരി ഉന്മേഷമോ ഉത്സാഹമോ ഇല്ല. പ്രായേണ എല്ലാവരുടെയും മുഖത്തൊരു നിരാശയും ഭയവും നിഴലിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടും ആരോടും ഒന്നും മിണ്ടാതിരുന്ന ഭഗവാൻ ബ്രഹ്മാദി ദേവന്മാർ വന്ന് പോയ ശേഷം യാദവ പ്രമാണിമാരെ വിളിച്ചു. ആശങ്കകളോടുകൂടി അടുത്തു വന്ന് നിൽക്കുന്ന അവരെ നോക്കി ഭഗവാൻ അരുളി ചെയ്തു, ആപൽ സൂചകങ്ങളായ പല ദുർലക്ഷണങ്ങളും ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? വംശത്തിനൊട്ടാകെ ഒരു ബ്രഹ്മശാപവും വന്നു ചേർന്നു. എന്തു വരാൻ പോകുന്നുവെന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത് നല്ലതാണ്. സൽക്കർമ്മങ്ങളെ കൊണ്ടല്ലേ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് വേഗത്തിൽ എല്ലാവരും ഏതെങ്കിലും തീർത്ഥക്കരയിലേക്ക് പോകുന്നതാണ് നല്ലത്. തീർത്ഥോപാസവും വ്രതാനുഷ്ഠാനങ്ങളും ദാനങ്ങളും മറ്റുമാകുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ടല്ലാതെ ആപത്തുകളിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? അതിനാൽ പരമപാവനമായ പ്രഭാസ തീർത്ഥക്കരയിലേക്ക് ഇപ്പോൾ തന്നെ എല്ലാവരും പുറപ്പെടണം. എന്നാൽ സ്ത്രീകളും കുട്ടികളും ശംഖോദാരം എന്ന പേരുള്ള തീർത്ഥക്കരയ്ക്കും പുറപ്പെട്ടു. ഇനിയും താമസിക്കാൻ സമയമില്ല. വേഗം എല്ലാവരും
പുറപ്പെടൂ. ഇനി ഇവിടെ താമസിക്കാൻ കൊള്ളില്ല. ഭഗവാന്റെ ഇപ്രകാരമുള്ള അനുശാസനത്തെ കേട്ട മാധവന്മാർ പൂർവാധികം ഭയചകിതന്മാരായി വേഗത്തിൽ എല്ലാവരോടും അവിടുത്തെ നിർദ്ദേശത്തെ അറിയിച്ചു. എല്ലാവരും തീർത്ഥക്കരയിലേക്ക് പുറപ്പെടാനുള്ള ശ്രമവുമായി. ആ സമയത്താണ് ഈ സംരംഭങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നിന്നിരുന്ന പരമഭാഗവതോത്തമനായ ഉദ്ധവർ ആകപ്പാടെ പരിഭ്രമത്തോടെ ഭഗവാനെ സമീപിച്ചത്. പരിഭ്രാന്തനായ ഉദ്ധവർ ഭഗവാന്റെ അടുത്തെത്തിയതോടെ അടക്കാൻ കഴിയാതെ തള്ളിക്കയറുന്ന വികാരം കൊണ്ട് ആവിഷ്ടനായി പ്രദക്ഷിണം വെച്ച് സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. എഴുന്നേറ്റു ധാരയായി ഒഴുകുന്ന കണ്ണീരോടുകൂടി ഭഗവാനോട് പറയാൻ തുടങ്ങി. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാറ്റിനും കഴിവുള്ള സർവശക്തനും എല്ലാറ്റിൻ്റെയും അറിവുള്ള സർവജ്ഞനുമായ അവിടുന്ന് തുച്ഛമായ ഒരു ബ്രഹ്മശാപത്തിൻ്റെ പേരും പറഞ്ഞ് ഇപ്പോൾ വംശം നശിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് അന്തർധാനം ചെയ്യാനുള്ള ഒരുക്കമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ബ്രഹ്മശാപവും മറ്റും അങ്ങയ്ക്കൊരു കാര്യമാണോ? അങ്ങ് സ്മരിച്ചാൽ തന്നെ ബ്രഹ്മശാപവും എല്ലാം തന്നെയും നശിക്കില്ലേ? എന്നിട്ടും ദൗർബല്യത്തെ അഭിനയിച്ചുകൊണ്ട് ബ്രഹ്മശാപമാവുന്ന കാലാഗ്നിക്ക് വംശത്തെ മുഴുവൻ വിധേയമാക്കി തീർക്കുന്നത് അവിടുത്തെ ഇച്ഛ ഇപ്പോൾ ആയതുകൊണ്ട് മാത്രമാണെന്നേ കരുതുന്നുള്ളൂ. എന്നാൽ അവിടുന്ന് എവിടേക്ക് എഴുന്നള്ളുന്നുവോ അവിടേക്ക് ഈ വൃദ്ധനെ കൂടെ കൊണ്ടുപോകാൻ കാരുണ്യമുണ്ടാകണേ. ഇത്രയും കാലം അങ്ങയെ തന്നെ സേവിച്ചും അവിടുത്തെ ഉച്ഛിഷ്ടങ്ങളായ അന്നവസ്ത്രമാല്യാദികളെ അനുഭവിച്ചും കഴിഞ്ഞുകൂടിയ ഈ ദാസനെ അന്ത്യസമയത്ത് ഉപേക്ഷിക്കരുതേ. അങ്ങ് ഉപേക്ഷിച്ചാൽ പിന്നെ ഇവന് മറ്റെന്താണ് ഗതി? അതിനാൽ ഉപേക്ഷിക്കരുതേ. അങ്ങയോടൊപ്പം ഈ ദാസനെ കൂടെ കൊണ്ടുപോവാൻ കാരുണ്യമുണ്ടാകണേ എന്നിങ്ങനെ ഉദ്ധവർ ദയനീയമാമണ്ണം നിലവിളിച്ചപേക്ഷിച്ച സമയത്ത് ഭഗവാൻ കാരുണ്യം കൊണ്ടലിഞ്ഞ് ഉദ്ധവനെ നോക്കി പറയാൻ തുടങ്ങി. അടുത്തത് ഉദ്ധവോപദേശം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണം.